അപ്പോൾ IPO വരുമ്പം DFMൽ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏകദേശം 70 കമ്പനിയുണ്ട്. ഇങ്ങനെ ഈ ഇത്രയും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയയും ചെയ്ത് വന്ന 70 കമ്പനീസ് ഉണ്ട് IPO വന്നിട്ടുണ്ട്. ADXലാണ് 80 കമ്പനീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയാം UAE ടോട്ടലി എത്ര കമ്പനീസ് ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയും കമ്പനീസിലാകെ 70 + 80 ഏകദേശം 150 കമ്പനി മാത്രമേ നമുക്ക് ലിസ്റ്റഡായിട്ട് UAE വന്നിട്ടുള്ളൂ. ബാക്കി ഒരുപാട് കമ്പനീസ് പുറത്തുണ്ട്. അപ്പം UAE ലിസ്റ്റഡായിട്ടുള്ള 150 കമ്പനീസ് ടോട്ടലുള്ളൂ 2 മാർക്കറ്റുമായിട്ട്. അപ്പം അത് വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ നോക്കിയ കമ്പനിയെ ഇവാലുവേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് IPO വരത്തുള്ളൂ. അപ്പം നിങ്ങൾക്കിത് എന്തിനു വേണ്ടിയാണ് കമ്പനി IPO ലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി. എന്താണ് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനീസ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യാത്ത കമ്പനീസും ഉണ്ട് ടോട്ടലി. അപ്പം നമ്മൾ സംസാരിക്കും. അപ്പോൾ ആദ്യം ഒരു സൂപ്പർ മാർക്കറ്റ് ജോ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി അല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഫണ്ട് റേസ് ചെയ്ത് പാർട്ട്ണറിനെ ആദ്യം കണ്ടുപിടിച്ച്, അത് കഴിഞ്ഞ് വെഞ്ചർ ക്യാപിറ്റലിൻ്റെ അടുത്ത് പോയി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എല്ലാവരും കൂടി കുറച്ച് പെർസെൻറ്റേജ് എടുത്ത് വിറ്റ് നമ്മളിത് IPO ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ് വെച്ച്, അപ്പോഴാണ് നമുക്ക് ഒരു ഇൻവെസ്റ്ററിന് ഇത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ കമ്പനി എന്താണെന്ന് മനസ്സിലാക്കി, എന്താണ് വാല്യുവേഷൻ മനസ്സിലാക്കി, എന്താണ് IPO പ്രോസസ്സ് എന്ന് മനസ്സിലാക്കി, എന്തിനാണ് IPO ചെയ്യുന്നത് മനസ്സിലാക്കി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം.